ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പച്ചവെള്ളം എഡ്യൂക്കേഷന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരുപാട് പേര് കാത്തിരുന്ന അല്ലെങ്കിൽ ഒരുപാട് പേര് അന്വേഷിച്ച ഒരു പോസ്റ്റിനെ കുറിച്ച് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങളുടെ മുമ്പിൽ തരാനാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം എന്താണ് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് CID അല്ലെങ്കിൽ SBCID എക്സാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ തവണ ഡിഗ്രി ലെവൽ അതായത് സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാം നടന്ന അപ്പോൾ അതിന്റെ കൂടെ നടന്ന ഒരു എക്സാം ആയിരുന്നു SBCID എക്സാം. അത് പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. പക്ഷെ അത് പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് എന്ന് വിചാരിച്ചതുകൊണ്ട് അതിൽ എന്താണ് ഫിസിക്കൽ ടെസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ട് എന്ന് മനസ്സിലാക്കിയതിന് തെറ്റായ ധാരണ കൊണ്ട് ഒരുപാട് പേര് എന്ത് ചെയ്തു, ഈ എക്സാം അപ്ലൈ ചെയ്തിട്ടില്ല. പിന്നെയാണ് അവർക്കെല്ലാം മനസ്സിലായത് SBCID എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ ടെസ്റ്റ് ഇല്ലാത്തൊരു എക്സാം ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്തവണ ഈ എക്സാം നോട്ടിഫിക്കേഷൻ വേണ്ടി ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നോട്ടിഫിക്കേഷൻ ഓൾമോസ്റ്റ് വന്നു. നോട്ടിഫിക്കേഷൻ വന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് 10-20 ദിവസമായി നോട്ടിഫിക്കേഷൻ വന്നിട്ട്. ഏപ്രിൽ 30-നാണ് നോട്ടിഫിക്കേഷൻ വന്നത്. ജൂൺ 4-ാം തീയതി വരെയാണ് അതിന്റെ ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാനുള്ളത്. അപ്പൊ ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, ഇതെന്താണ് ജോലി, നിങ്ങളുടെ ജോലി സാധ്യതകൾ എന്താണ്, എവിടെയാണ് നിങ്ങൾക്ക് ജോലി കിട്ടുക, എന്താണ് ഏത് വകുപ്പിലാണ്, എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമുക്കറിയാം ഇതൊരു ഡിഗ്രി ലെവൽ പോസ്റ്റ് ആണ്. അപ്പോൾ നിലവിൽ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് നിങ്ങൾ തയ്യാറെടുക്കുന്നത് പോലെ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് CID എക്സാം SBCID എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന കാര്യം കൂടി ഓർമ്മിക്കുക. ഓക്കെ, നമുക്ക് ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽസിലേക്ക് പോകണം. അപ്പോൾ ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഞാൻ പറഞ്ഞു, എത്രയാണ്, 17/2025 30/4/25 നോട്ടിഫിക്കേഷൻ വന്നത്. ഏപ്രിൽ 30-നാണ് നോട്ടിഫിക്കേഷൻ വന്നത്. അതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 4/6/25 ഓക്കെ, ഈ ജൂൺ 4-ാം തീയതി വരെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, എക്സാം അപ്ലൈ ചെയ്യാനുള്ള സമയമുള്ളൂ. അതുവരെ കാത്തിരിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പം തന്നെ 10 ദിവസം മാത്രമേ ഉള്ളൂ. നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക, ഇന്ന് തന്നെ അത് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ അതിന്റെ ഏജ് ഏത് കാറ്റഗറി, 36 വയസ്സ് ജനറൽ കാറ്റഗറിയിൽ 36 വയസ്സ് വരെ ഉള്ളവർക്കാണ്. റിസർവേഷൻ കാറ്റഗറി ഉള്ളവർക്ക് എന്ത് ചെയ്യും, അതിന്റെ ബെനിഫിറ്റുകൾ കിട്ടും. അത് സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 31,000 മുതൽ 67,000 വരെയാണ് എന്ത് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമുക്കറിയാം ഇപ്പോ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ഇതിനില്ല. അതാണ് ഏറ്റവും ബേസിക് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഫസ്റ്റ് നമ്മൾ പറയേണ്ട കാര്യം, ഫിസിക്കൽ ടെസ്റ്റ് ഇല്ല. ഇത് നോർമൽ ഒരു അസിസ്റ്റന്റ് പോസ്റ്റ് ആണ്. നിങ്ങൾ ഒരു ക്ലറിക്കൽ ജോബ് ആണ് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക. അതുപോലെ നിങ്ങൾക്ക് എല്ലാ സ്ഥലത്തും എന്തില്ല, ഇതിന്റെ അപ്പോയിന്റ്മെന്റ് കാര്യങ്ങൾ ലഭിക്കില്ല. നമുക്ക് വരുന്ന സ്ലൈഡിൽ പറയാൻ പറ്റും. അപ്പൊ ഇതൊരു ഫിസിക്കൽ ജോബ് ഇല്ല, ഫിസിക്കൽ ടെസ്റ്റ് ഇതിനില്ല. ജസ്റ്റ് ഒരു എക്സാം ആണുള്ളത്. പ്രിലിംസ് എക്സാം ഉണ്ടാവും, മെയിൻസ് എക്സാം ഉണ്ടാവും. നമ്മളെല്ലാം സെക്രട്ടറി അസിസ്റ്റന്റ് അതുപോലെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഒക്കെ എഴുതുന്ന പോലെ അസിസ്റ്റന്റ് എക്സാം ആണ് ഇത് SBCID എന്ന് പറയുന്ന എക്സാം എന്ന്. ഓക്കെ, അപ്പൊ SBCID അപ്പൊ പലരും എന്താണ് എല്ലായിടത്തും നമ്മൾ കേൾക്കുന്നതാണ് ഇത് SBCID. ഇതിന്റെ ഫുൾ ഫോം എന്താണ് SBCID പറഞ്ഞാൽ? അത് സ്പെഷ്യൽ ബ്രാഞ്ച് ക്രിമിനൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഡിവിഷൻ ആണ്. ഓക്കെ, SBCID സ്പെഷ്യൽ ബ്രാഞ്ച് ക്രിമിനൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഡിവിഷൻ ആണ്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് എന്തില്ല, അന്വേഷണ ചുമതലകളൊന്നുമില്ല. അതുപോലെ അന്വേഷണത്തിന് സഹായിക്കുക അല്ലെങ്കിൽ ഫീൽഡ് ഇറങ്ങി പോകുക, അത്തരം കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ഒരു ഓഫീസിൽ ഇരുന്നുകൊണ്ട് ഓഫീസ് വർക്ക്, ക്ലറിക്കൽ വർക്കുകൾ ചെയ്യുക എന്നതാണ് ഇതിന്റെ ജോലി സാധ്യത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോട്ടിഫിക്കേഷൻ 17/2025 നമ്പർ 30/4/25 വന്നത്. 4/6/2025 10 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. എന്തായാലും അപ്ലൈ ചെയ്യാത്തവർ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതിന്റെ അവസ്ഥ കഴിഞ്ഞ എക്സാമിന്റെ ഒരു ഡീറ്റെയിൽസ് നമുക്ക് നോക്കണം. തീർച്ചയായിട്ടും കഴിഞ്ഞ എക്സാമിന്റെ സിലബസും അതിന്റെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം നമ്മൾ തീർച്ചയായിട്ടും വർക്ക്ഔട്ട് ചെയ്യണം. അതിന്റെ ബേസിക്, അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന നിലയിൽ കഴിഞ്ഞ എക്സാം ഡീറ്റെയിൽസ് നമ്മൾ നോക്കണം, എന്തൊക്കെയാണ് നടന്നതെന്നുള്ളത്. ലാസ്റ്റ് എക്സാം നടന്നത് 2022-ലാണ്. ഓക്കെ, 2019-ൽ തന്നെ അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നു. പക്ഷേ അതിന്റെ എക്സാം നടന്നത് 2022-ലാണ്. റാങ്ക് ലിസ്റ്റ് വന്നത് 3/6/2023-നാണ്. അപ്പൊ അന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പേര് ഇത് ഫിസിക്കൽ ടെസ്റ്റുള്ള ഒരു പരീക്ഷയാണ് എന്ന് കരുതിയിട്ട് ഒരുപാട് പേര് അപ്ലൈ ചെയ്യാൻ സാധിച്ചില്ല. ആ മണ്ടത്തരം ഇപ്പൊ വരുത്തരുത്. റാങ്ക് ലിസ്റ്റ് വന്നത് 3/6/2023-നാണ്. അപ്പോൾ ഈ ഒരു എന്താണ് 4/5/2026 തന്നെ എന്ത് ചെയ്തു, ഈ ഒരു അതിനടുത്തൊരു വർഷത്തോടു കൂടി എന്ത് റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യും, അവസാനിക്കും. 1028 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. നമുക്കറിയാം സെക്രട്ടറി അസിസ്റ്റന്റ് പോലെ അത്ര വലിയ നിയമനം നടക്കുന്ന ഒരു പോസ്റ്റ് ഇല്ല. ടോട്ടൽ അഡ്വൈസ് ഇവിടെ ഉള്ളത് 172, മോസ്റ്റ്ലി 175-175-ലുമാണ് നിൽക്കുന്നത്. കാരണം ആ സമയത്ത് സെക്രട്ടറി അസിസ്റ്റന്റ് ഉണ്ടായിരുന്ന ഒരുപാട് പേര് എന്ത് ചെയ്യുന്നു, SBCID ലിസ്റ്റിൽ എക്സാമിൽ ഉണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ എന്ത് ചെയ്തു, NGID ഇത് മാറിപ്പോവാണ്. അപ്പൊ ടോട്ടൽ അഡ്വൈസ് 172 ഉള്ളൂ. പക്ഷേ ലാസ്റ്റ് 185 വരെയുള്ള ഓപ്പൺ കാറ്റഗറിയിലുള്ള ആൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കഴിഞ്ഞ തവണത്തേൽ ജോലി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു വർഷത്തോളം ലിസ്റ്റ് ബാക്കിയുണ്ട്. സോ കുറച്ചുകൂടി അഡ്വൈസ് അതിൽ പോകും എന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പൊ ഇതാണ് ലാസ്റ്റ് എക്സാം ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഈ ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ജോലി കിട്ടിക്കഴിഞ്ഞാലുള്ള നിങ്ങളുടെ ബെനിഫിറ്റ്സ് എന്താണ്? അപ്പൊ ആദ്യം ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, അതൊരു നോൺ യൂണിഫോം പോസ്റ്റ് ആണ്. അത് തന്നെയാണ് നമ്മൾ ആദ്യത്തെ ഒരു നോൺ യൂണിഫോം പോസ്റ്റ് ആണ്. ഒരു കേരള പോലീസിൽ എന്താണ് കാക്കി അണിയേണ്ടാത്ത ഒരു പോസ്റ്റാണ് ഇത്, നമ്മുടെ SBCID എക്സാം. അതിന്റെ ഫിസിക്കൽ ടെസ്റ്റ് ഇല്ല. നമ്മൾ അറിയാം യൂണിഫോം പോസ്റ്റുകൾക്ക് മാത്രമാണ് PSC ഇപ്പം ഫിസിക്കൽ ടെസ്റ്റ് നടത്തുന്നത്. അപ്പൊ ഇതിനൊരു ഫിസിക്കൽ ടെസ്റ്റ് ഇല്ല. പോലീസ് സർവീസ് ആണെങ്കിൽ കൂടി ഇതൊരു ഫിസിക്കൽ ടെസ്റ്റ് ഇല്ല. ഗസറ്റഡ് റാങ്ക് ഓപ്പർച്യൂണിറ്റി ആണ്. അതായത് നിങ്ങൾ സർവീസ് കഴിഞ്ഞ് 3ാമത്തെ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഗസറ്റഡ് റാങ്കിലേക്കുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇത് ഗ്രേഡ് 2-ലാണ് കയറുക. ഗ്രേഡ് 1 ആയി പ്രൊമോഷൻ ആവും, AO ആയിട്ട് പ്രൊമോഷൻ ആവും, സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി പ്രൊമോഷൻ. അങ്ങനെ ആ ഒരു 3rd പ്രൊമോഷൻ വരുമ്പോഴേക്കും എന്താണ്, ഗസറ്റഡ് റാങ്കിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടാവും. അത്
അത് നമുക്ക് വർഷം എടുക്കും. അതിന്റെ സീനിയോറിറ്റി അനുസരിച്ച് നിങ്ങളുടെ പ്രൊമോഷൻ സാധ്യത അനുസരിച്ചാണ്. പക്ഷേ അറ്റ്മോസ്റ്റ് നിങ്ങൾ റിട്ടയർ ചെയ്യുമ്പോഴേക്കും എന്തായാലും നിങ്ങൾ ഒരു ഗസറ്റഡ് ഓഫീസറായിട്ട് മാറിയിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ ഒരു ക്ലറിക്കൽ പോസ്റ്റ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോലീസ് സർവീസിലെ കേരള പോലീസ് സർവീസിലാണ് എന്നത് വളരെ വലിയൊരു കാര്യമാണ്. നമുക്ക് എന്താണ് പോലീസ് സർവീസിലൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇനി ഫിസിക്കൽ ഒന്നും നേടാൻ പറ്റാത്തവർക്ക് എന്ത് ചെയ്യാം, ഒരു ക്ലറിക്കൽ പോസ്റ്റിൽ കേരള പോലീസ് സർവീസിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും എന്നതാണ് ഇതിന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ളത്. ഓക്കെ, സോ സ്ത്രീകൾക്കായിക്കോട്ടെ വീട്ടമ്മമാർക്കായിക്കോട്ടെ ഇതൊരു ഫിസിക്കൽ ടെസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ വളരെ നന്നായിട്ട് എന്ത് ചെയ്യും, ഇപ്പൊ പ്രിലിംസ് മെയിൻസ് പഠിക്കുന്ന അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു എക്സാമിന് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്രാക്ക് ചെയ്യാൻ പറ്റും എന്ന കാര്യം ഓർമ്മിച്ച് വെക്കുക. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, മാക്സിമം ശ്രമിക്കുക. അപ്പൊ ഇതാണ് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. നമ്മൾ ഇനി മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ എല്ലാം എന്താണ് അപ്ലൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ ഇനി എന്ത് ചെയ്യുക, ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യും എന്ന് ആലോചിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ അതിനും ഒരു സൊല്യൂഷൻ പറഞ്ഞുതരാം. നമ്മുടെ പച്ചവെള്ളം PSC എഡ്യൂക്കേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 2000 രൂപയ്ക്ക്, വെറും 2000 രൂപയ്ക്ക് എന്ത് ചെയ്യുന്നു, ഇതിന്റെ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതായത് പ്ലിംസ് മെയിൻസ് അടക്കമുള്ള കോഴ്സ് വെറും 2000 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതിൽ നിങ്ങൾക്ക് റെക്കോർഡ് ആയിട്ടും ലൈവ് ആയിട്ടും ആയിരിക്കും ക്ലാസ്സുകൾ വരിക. കൂടുതൽ റെക്കോർഡ് ക്ലാസ്സുകളായിരിക്കും. നിങ്ങൾക്ക് ലൈവ് ക്ലാസ് സെഷൻസ് ഉണ്ടാവും. ഡയറക്റ്റ് ആയിട്ട് ടീച്ചേഴ്സുമായിട്ട് എന്താണ് ഇന്ററാക്ട് ചെയ്ത് നിങ്ങൾ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും വെരി അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ്. നമുക്കറിയാം 2000 രൂപ ഒരു ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് എന്ന് പറയുന്നത്. സോ ഈ എക്സാമിന് തേരാൻ മീൻസ് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ 75 10 11 66 55 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള റിസൾട്ടും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യും, ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഡയറക്റ്റ് വെറുതെ നമ്മളത് എന്താണ് വെറുതെ ഒരു നോട്ടീസ് അടിച്ച് ഇറക്കുകയല്ല, ഡയറക്റ്റ് നിങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അത് പ്രൂഫ് തരുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ഈ ഒരു ഓഫർ നിങ്ങൾ സ്വീകരിക്കും ഞങ്ങൾ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും അത് അപ്പോൾ 75 10 11 66 55 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവർ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ഇതിന്റെ വീഡിയോ ഇതുപോലുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടി ചാനൽ എല്ലാവരും പെട്ടെന്ന് ജോലി കിട്ടട്ടെ. നന്നായിട്ട് പഠിക്കുക. താങ്ക്